ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി കെ വിനോദ് കുമാർ ചുമതലയേറ്റു. കണ്ണൂരിൽ നടന്ന ചടങ്ങിലാണ് വിനോദ് കുമാർ ചുമതല ഏറ്റെടുത്തത്. നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും സമൂഹം എതിരാണെന്ന കാര്യം മറക്കരുതെന്നും സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വക്താവ് കെ.വി.എസ്. ഹരിദാസ് പറഞ്ഞു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റുമാരെ സമവായത്തിലൂടെയാണ് നിശ്ചയിച്ചത്. ഞായറാഴ്ച പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കണ്ണൂരിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റായി തിങ്കളാഴ്ച കെ വിനോദ് കുമാർ ചുമതലയേറ്റു. മിനിറ്റ്സിൽ ഒപ്പുവെച്ചാണ് ചുമതല ഏറ്റെടുത്തത്. വരണാധികാരി അശോകൻ കുളനടിയുടെയും മുതിർന്ന നേതാവ് സി.കെ. പത്മനാഭൻ, ജില്ലാ പ്രസിഡന്റായിരുന്ന എൻ. ഹരിദാസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണം. നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സമൂഹം മുഴുവൻ നമുക്ക് എതിരാണെന്ന ബോധം നമുക്കുണ്ടാകണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.വി.എസ്. ഹരിദാസ് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് എതിരാണ് സമൂഹം മുഴുവൻ. ആ ബോധവും നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. കഴിഞ്ഞ 2 ദിവസം നമ്മൾ കണ്ടിരുന്നു പല വാർത്തകളും. ബി.ജെ.പി. എന്തിന് പുറപ്പെട്ടാലും അതിൻ്റെ മറുവശം കണ്ട് കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനൊരു കാരണം ഞാൻ മനസ്സിലാക്കിയിട്ട്, ഞാനും അനവധി വർഷം മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ പ്രസ്ഥാനത്തെ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ ഈ ഇന്നത്തെ തലമുറയിലെ മാധ്യമപ്രവർത്തകരാരും തയ്യാറാവാറില്ല എന്നതാണ്. അവര് സംഘത്തിന്റെ ഐഡിയോളജിയെ മനസ്സിലാക്കുന്നില്ല, ബി.ജെ.പിയുടെ ദർശനങ്ങളെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ കാണാനും കേൾക്കാനും നമുക്ക് ഇനിയും അവസരം ഉണ്ടാവും. നമ്മളത് സഹിക്കേണ്ടി വരും. ഇവർ മാറാൻ പോകുന്നില്ല. പണ്ടുകാലത്ത് കാൽനട ജാഥ നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും നൽകാൻ ആളുകൾ കേരളത്തിൽ ഉണ്ടായില്ല. ആ സ്ഥിതിയിൽ നിന്ന് 20% വോട്ടുള്ള പാർട്ടിയായി ബി.ജെ.പി. വളർന്നു. ഇന്ന് റോഡിൽ കാണുന്ന 5-ൽ ഒരാൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾ 8-10 പേരാണ് ആ പദയാത്രയിലുള്ളത്. വഴിയിൽ നടക്കുമ്പോൾ, വഴിയിൽ തിരുവനന്തപുരത്തെ, ഇന്നത്തെ തിരുവനന്തപുരം അല്ല അന്ന്, വഴിയിൽ 5-6 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴാണ് ഒരാൾ കൊടിയും പിടിച്ച് ബി.ജെ.പിയുടെ ഭാഗത്ത് നിൽക്കാനുണ്ടാവുക. ഭക്ഷണം നൽകാൻ ഈ പദയാത്രികർക്ക് ഒരു ഭക്ഷണം കൊടുക്കണ്ടേ? അതിനുള്ള സൗകര്യം പോലും ഇല്ലാത്ത മേഖലകളിലൂടെയായിരുന്നു യാത്ര. കൊല്ലം ജില്ലയിലൊക്കെ വരുമ്പോൾ വാസുദേവ മാഷ്, അന്നത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഒരു 2 വീലർ ഉണ്ട്. 2 വീലറിൽ ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരും. ഞങ്ങൾ റോഡ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പദയാത്ര തുടരും. അങ്ങനെ ഒരു കാലഘട്ടം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ 20% വോട്ടുള്ള പാർട്ടിയാണ് കേരളത്തിൽ ഇന്ന്. നമ്മൾ റോഡിൽ ഇറങ്ങി കാണുന്ന 5 പേരിൽ ഒരാൾ ഇന്ന് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നവരാ, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവരാ. ആ നിലയിലേക്ക് നമ്മളിന്ന് വളർന്നിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. ആ യാത്രയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ആ പദ്ധതികളാണ് നമുക്കിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ശക്തമായ പ്രവർത്തനത്തിലൂടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള നേതാക്കളാണ് ഭാരവാഹിത്വത്തിലേക്ക് എത്തിയതെന്നും കെ.വി.എസ്. ഹരിദാസ് പറഞ്ഞു. ദേശീയ സമിതി അംഗം സി.കെ. പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ജില്ലാ പ്രസിഡന്റ് എൻ. ഹരിദാസ് ആമുഖ പ്രഭാഷണവും നടത്തി. ദേശീയ നിർവാഹക സമിതി അംഗം സി. രഘുനാഥ്, എ. ദാമോദരൻ, കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി, മുൻ ജില്ലാ പ്രസിഡന്റ് പി. കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.